ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 82. പാസത്തിൽ കുതിർന്ന എപ്പിസോഡിൻ്റെ തുടക്കമാണ് നമ്മൾ കണ്ടത്. നമ്മുടെ അനീഷ് പാസം വാരി എറിയായിരുന്നു അനുമോൾക്ക് വേണ്ടിയിട്ട്. സംഗതി ശരിയാണ്. അനീഷ് അത്യാവശ്യം ഇപ്പോൾ ഒരു പാസം ലൈനിലാണ് പിടിച്ചിട്ടുള്ളത്. ഓക്കെ, എല്ലാത്തിനും ഒരു മീഡിയേറ്റർ, ഒരു പാസം, ഒരു ഏട്ടായി, ഈ ലൈനിലാണ് അനീഷ് പോകുന്നത്. അനീഷ് ഈ ലൈനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അനീഷിൻ്റെ കാര്യം വളരെ വളരെയധികം കഷ്ടമാവും. ബട്ട് നെഗ് വരില്ല, ഉള്ളത് അവിടെ കിടക്കുന്നല്ലാതെ ഒരു ഫിനാലേക്ക് പോകുന്ന സമയത്ത്, ഒരു ടോപ്പ് 5 പോകുന്ന സമയത്ത് കണ്ടൻറ്റിൻ്റെ ദാരിദ്ര്യം കാരണം നന്മ എന്നുള്ളൊരൊറ്റ പേരിലേക്ക് ചുരുങ്ങി അനീഷിന് വോട്ടിങ്ങിന് പണി വരാൻ ചാൻസ് ഉണ്ട്. ആ വീട്ടിൽ ആദ്യത്തെ അടി പൊട്ടിച്ചിരുന്നത് ഒരു ദിവസം തുടങ്ങുമ്പോൾ അനീഷായിരുന്നു. ഇപ്പോൾ ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്ന അനീഷായിട്ട് മാറുന്നുണ്ട്. ഇതേ നന്മ ചെയ്യുന്ന അനീഷിന് വെല്ലുവിളിയായിട്ട് അപ്പുറത്ത് വേറൊരു നന്മയോളിയുണ്ട്. അത് നമ്മളുടെ സ്വന്തം സാബുമാനാണ്. ഞാനും ഒരു നന്മയോളിയായിട്ട് കളിച്ച ഒരാളാണ്. അതുകൊണ്ട് വരാൻ പോകുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, അതുകൊണ്ട് അനീഷ് ഈ ലൈൻ ബ്രേക്ക് ചെയ്താൽ ഇറ്റ്സ് ഗുഡ് എന്നേ എനിക്ക് പറയാനുള്ളൂ. അല്ല, ഈ ലൈൻ തന്നെ അനീഷ് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നെഗടിക്കാതെ പുറത്തിറങ്ങാം, മുന്നോട്ടുള്ള ജീവിതം അടിപൊളിയായിരിക്കും. പക്ഷേ ബിഗ് ബോസിനകത്ത് ഏകദേശം ഏറെക്കുറെ കപ്പിലേക്കുള്ള ഒരു ഓട്ടത്തിൽ ഉള്ള ഫ്രണ്ട് ലൈൻ റണ്ണറാണ് അനീഷ്. അതാണ് അനുമോക്ക് വെച്ച് മാറി കൊടുത്ത് പോകേണ്ട ഒരു അവസ്ഥയ്ക്ക് കാര്യങ്ങൾ മാറും. പിന്നെ അനുമോളുടെ ഈ കൊടൂര ഡ്രാമ നമ്മൾ ഇന്നലെ രാത്രി എപ്പിസോഡിലും ഇന്നലെ രാത്രി ലൈവിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു സോഫയുടെ സൈഡിൽ പോയി സൈഡായ അനുമോളുടെ സൈഡായ കണ്ടൻറ്റ്, ഈ സൈഡായ സോഫ കണ്ടൻറ്റിൻ്റെ അതിനകത്തുള്ള അനീഷ് പോയി ചാടിയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്, അതോ അനീഷ് ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും ഇപ്പോൾ ലാസ്റ്റ് ആഴ്ചകളല്ലേ കുറച്ച് നന്മ വാരിയ വെതറാം എന്ന് പറഞ്ഞ് അലയും പിടിച്ചതാണോ എന്നറിയില്ല. എന്തായാലും ഇതൊരു ഓർഗാനിക് സാധനമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് അനീഷിൻ്റെ ഭാഗത്തുനിന്ന്. അനീഷിന് ഏറെക്കുറെ മതിയായി തുടങ്ങിയിട്ടുണ്ട്. അടിയും കച്ചറയൊന്നും വേണ്ട. ടാസ്ക് ടി ഉള്ള ദിവസങ്ങളാണ്. ഇപ്പോൾ ടിക്കറ്റ് ഫിനാലെ ഉള്ള ദിവസങ്ങളൊക്കെ ഉള്ളപ്പോൾ എന്തിനാണ് വെറുതെ ഒരു അടിയും കച്ചറയും? പിന്നെ ടിക്കറ്റ് ഫിനാലെ ഏകദേശം അയാളുടെ കയ്യിൽ നിന്ന് പോയൊരവസ്ഥയിലും കൂടി ആവുമ്പോൾ അയാൾക്ക് ഇനി അടിയും കച്ചറയ്ക്കോ ആവശ്യമില്ല. ഇതിങ്ങനെ പോട്ടെ ഇനിയുള്ള 2 ആഴ്ച എന്ന് വിചാരിച്ച് വിട്ട പോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അപ്പോൾ അയാൾ ഓർഗാനിക്കായിട്ടൊരു നന്മയായതും ആയിരിക്കാം. ഓക്കെ, ബട്ട് സ്റ്റിൽ അനുമോളുടെ ഈ ഒരു ഡ്രാമ. അപ്പോൾ നമ്മൾ ഇന്ന് എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കണ്ടത് ബെഡ്ഷീറ്റ് വെച്ച് കൊടുക്കുന്നു, തലണ വെച്ച് കൊടുക്കുന്നു, അനുമോളുടെ ഡ്രാമയിൽ പോയിട്ട് കൃത്യമായിട്ട് അനീഷ് പോയി പെടുന്നു. അതിനുശേഷം ഇന്നത്തെ ഏറ്റവും വലിയ കോണ്ടൻ്റാണ് ഷാനവാസ് വേഴ്സസ് നെവിൻ. ഓക്കെ, ഈ ഒരു വിഷയം ഞാൻ രാവിലെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ വളരെ ക്ലിയർ കട്ടായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മൂല കാരണക്കാരി അനുമോളാണ്. അനുമോളുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്തില്ല. ഇന്ന് എപ്പിസോഡ് കണ്ടവർക്കറിയാം, ലൈവ് കണ്ടവർക്കും അറിയാം. ഷാനവാസ് ആർക്ക് വേണ്ടി സംസാരിച്ചു തുടങ്ങി, എന്തിനു വേണ്ടി സംസാരിച്ചു തുടങ്ങി? അവിടെ ഓൾറെഡി ക്യാപ്റ്റന്മാരായിട്ട് ഈ 3 പേരെയും ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് മുതൽ പട്ടാ ഗേൾസ് അസ്വസ്ഥരാണ്. അവർക്ക് പറ്റുന്നില്ല. അവർക്ക് ആ ഒരു ദേഷ്യം, വൈരാഗ്യം, മനസ്സിലായോ? നെവിനോടുള്ള ദേഷ്യം അനുമോക്കും, അക്ബറിനോടുള്ള ദേഷ്യം ബാക്കി 2 പേർക്കും, ആര്യനോടുള്ള ദേഷ്യം ഈ 3 പേർക്കും. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആദിലാനൂറയ്ക്ക് അക്ബറിനോടും, അനുമോക്ക് നെവിനോടും, പട്ടാ ഗേൾസിന് മൊത്തം ഈ പറഞ്ഞ ആര്യനോടും. ഈ ദേഷ്യത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയിൽ അവരുടെ ഒരു പ്ലാനിങ്, പ്ലോട്ടിങ് ഉണ്ടായിരുന്നു. ഒരു പണി നമ്മൾ എടുക്കില്ല. ഇവന്മാരൊക്കെ എങ്ങനെയാണ് ക്യാപ്റ്റൻസി ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അത് അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ ആറ്റിറ്റ്യൂഡിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായ കാര്യമാണ്. ഓക്കെ, എനിക്ക് എന്താണെങ്കിലും വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. കാരണം നൂറേനോട് ഫ്ലോറിൽ പണിയെടുക്കാൻ പറഞ്ഞ് നൂറ എടുക്കുന്നില്ല. അവിടെ ക്യാപ്റ്റനാക്കി വെച്ചിട്ടുള്ളത് വെസൽ ടീമിന് ഈ അനുമോളെയാണ്. അനുമോളോട് പണിയെടുക്കാൻ പറഞ്ഞാലും അനുമോളുടെ ഇഷ്ടത്തിനാണ്, തോന്നിയ രീതിക്കാണ്. അപ്പം അവർ അങ്ങോട്ട് ക്യാപ്റ്റന്മാരെ പ്രൊവോക്ക് ചെയ്ത് ഇവന്മാരെ ചാടിക്കാനുള്ള പ്ലാനിലാണ് അവർ നിൽക്കുന്നത്. ഇതിലേക്ക് കറക്റ്റ് പോയി ചാടിക്കൊടുത്തതാണ് ഷാനവാസും അനീഷും സാബുമാന് പിന്നെ ഒരു സ്റ്റാൻഡും ഇല്ലാത്ത ഒരാൾ. ഈ സീസണിൽ ഒരുപാട് സ്റ്റാൻഡുള്ള കുറേ കണ്ടസ്റ്റൻസിനെ നമ്മൾ കണ്ടു. 0 സ്റ്റാൻഡായിട്ട് ഒരുത്തനെ കണ്ടത് ഇപ്പോഴാണ്. ഒരു തരത്തിലുള്ള നിലപാടും സ്റ്റാൻഡും ഈ ചെക്കനില്ല. ആ ചെക്കൻ അവൻ്റെ സർവൈവലിന് വേണ്ടിയിട്ട് അടിയും കച്ചറിയില്ലാത്ത സ്ഥലം എവിടെയാണോ അവിടെ പോയിട്ട് ഒളിച്ചിരിക്കും. അങ്ങനത്തെ ഒരു സ്കീമിലാണ് ആ ചെക്കൻ മുന്നോട്ട് പോകുന്നത്. ചില സമയത്ത് തോന്നിയിട്ടുണ്ട് ഒന്നും ഇങ്ങോട്ട് പൊട്ടി വരുന്നുണ്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച ഈ പറഞ്ഞ അനീഷുമായിട്ടുള്ള ഒരു സംഗതിയൊക്കെ വന്നപ്പോൾ ചോദിച്ചു നന്നാ കയറി വരുന്നുള്ളൂ. TTFൽ നന്നായിട്ട് പെർഫോം ചെയ്യുമെന്ന് വിചാരിച്ചു, അതും വന്നില്ല. ചങ്ങായി പറ്റ സൈഡായി.
അതങ്ങനെ പോട്ടെ, അതിന് കണക്ക് കൂട്ടിയിട്ട് ഇനി കാര്യമില്ല. അത് ഇനിയിപ്പോൾ എത്ര ദിവസം ഉണ്ടാവും എന്നുള്ളതും എനിക്കറിയാൻ പാടില്ല. ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ വോട്ട് മറിച്ച് നോട്ട കുത്തി നിർത്തുമോ എന്നുള്ളതും നമുക്കറിയില്ലല്ലോ. ബാക്കി കുറച്ച് കണ്ടസ്റ്റൻസിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്യാം, അങ്ങനെയും സംഭവിക്കാം. എന്തായാലും അവിടെ നിൽക്കട്ടെ അത്. അപ്പോൾ ഇന്ന് എപ്പിസോഡ് കണ്ടവർക്കും ലൈവ് കണ്ടവർക്കും ക്ലിയർ കട്ടായിട്ടുള്ളൊരു കാര്യമാണ്, ഷാനവാസിൻ്റെ പണി ചെയ്തതാണ്. ഷാനവാസ് അവിടെ ചെയ്തു വെച്ചതിലോ അനുമോൾ ചെയ്തു വെച്ചതിലോ എവിടെയെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ വെസൽ ടീം ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് അനുമോൾ അതെന്ത് ചെയ്യണം, ടേക്കപ്പ് ചെയ്യണം. അനുമോൾ വേണം അത് ബാക്കി കാര്യങ്ങൾ ചെയ്യാനും അതിൻ്റെ പരിപാടികൾ നോക്കാനും. അനുമോൾ വാശിയിലാണ്, അനുമോളുടെ ഈഗോ അതിന് സമ്മതിക്കില്ല. ഓക്കെ, കണ്ടന്റ് കൊടുക്കുകയാണ് അനുമോൾ, സമ്മതിച്ചു ഞാൻ. പക്ഷേ ഇതിൻ്റെ കോർ റീസൺ ഇന്നത്തെ വിഷയത്തിൻ്റെ അനുമോളിൽ നിന്നാണ് തുടക്കം വരുന്നത്. ഓക്കെ, അവിടെ ഷാനവാസി പല ഡയലോഗ് അടിക്കുമ്പോഴും അത് പറയുന്നുണ്ട്, അവക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോണതും കച്ചറ ഉണ്ടാക്കുന്നതും. അവിടെ ക്യാപ്റ്റൻ വന്ന് പറഞ്ഞോളും വെസൽ ടീമിൻ്റെ എന്നൊക്കെ ഷാനവാസിൻ്റെ വേർഷൻ പറയുന്നുണ്ട്. ടോയ്ലറ്റിൻ്റെ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഞാൻ വിട്ടുകൊടുക്കില്ല. എന്തിനു വിട്ടുകൊടുക്കണം? ഇവന്മാരെ ഈ ഷോ ഓഫിന് ഞാൻ എന്തിനു വിട്ടുകൊടുക്കണം? ഞാൻ പണി ചെയ്യില്ല, അതിലുണ്ടാക്കാൻ പറ്റിയ ഉണ്ടാക്കിയാൽ മതി. ഈ രീതിക്കാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, അനുമോൾ കാര്യങ്ങൾ മുന്നോട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതും. പിന്നെ അവിടുന്ന് കാര്യങ്ങൾ കണ്ട് ഹീറ്റപ്പായി, കാര്യങ്ങൾ ചൂടായി. ഈ പറഞ്ഞ നെവിനും ഷാനവാസും തമ്മിലുള്ള വിഷയം തുടങ്ങി. നെവിനും ഷാനവാസും തമ്മിലുള്ള വിഷയം തുടങ്ങാനുള്ള റീസൺ, അവർ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി കയറി, പട്ടാഗേൾസ് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി കയറി. ഇപ്പോൾ കിച്ചണിൽ നിന്ന് ഇവരെ ഇറങ്ങിപ്പോയി. ലക്ഷറി ബഡ്ജറ്റിൽ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവർ ഇറങ്ങിപ്പോകുന്നു. ഷാനവാസ് നെവിൻ്റെ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നോക്കുന്നു. പാലും തൈരും ഒക്കെ ആയിട്ട് കയ്യിൽ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഷാനവാസ് അത് കയറി പിടിക്കുന്നു, ആദ്യം അത് പോകുന്നു. അതിൽ ദേഷ്യം വന്ന് നെവിൻ എന്ത് ചെയ്യുന്നു, ഈ സാധനം എടുത്തിട്ട് ഷാനവാസിൻ്റെ ദേഹത്തേക്ക് എറിയുന്നു, പൊട്ടിച്ച് മേത്തേക്ക് ഒഴിക്കുന്നു. എനിക്ക് ആസ് പെർ മൈ നോളേജ് ഷാനവാസിന് ആ സിറ്റുവേഷൻ മൊത്തത്തിലൊരു കെയോസ് ആയതുകൊണ്ട് വന്നൊരു പാനിക് അറ്റാക്കാണ്. അല്ലാതെ പാത്രം വെച്ച് എറിഞ്ഞതോ, ഈ തൈരിൻ്റെ വാട്ടയും ഈ പാലിൻ്റെ പെട്ടിയും വെച്ച് എറിഞ്ഞതോ, അല്ലെങ്കിൽ പുഷ് ചെയ്തപ്പോൾ കൈ കൊണ്ടതോ, അങ്ങനെ വന്നൊരു പെയിൻ ആവാൻ ചാൻസ് ഞാൻ കാണുന്നില്ല. സിറ്റുവേഷൻ എസ്കലേറ്റായി. ആ ഒരു മൊമെൻറ്റിൽ ഹീറ്റിൽ പ്രഷർ കൂടിക്കാണുമായിരിക്കും. അപ്പോൾ കണ്ണിൽ ഇരുട്ട് കയറും, മനസ്സിലായോ? ഹാർട്ട് ബീറ്റ് കൂടും. അയാൾക്ക് അങ്ങനെ വന്നൊരു സ്കീമായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ അതിന് ശേഷം അവിടെ ഉണ്ടായതൊക്കെ കണ്ടന്റ് പിടുത്തമാണ്. അനീഷ് എന്ന് പറഞ്ഞ ഒരൊറ്റ ആൾ ആദ്യം മുതൽ ഡോക്ടറെ അടുത്ത് പോവാം, ഹാർട്ടിൻ്റെ പ്രശ്നമാണ്, ഒരു സെക്കൻഡ് പോലും വഴുകരുതെന്ന് പറഞ്ഞവിടെ നിൽക്കുന്നത്. സാവുമാൻ ഒരു അക്ഷരം മിണ്ടിയത് ഞാൻ കേട്ടിട്ടില്ല. ഓക്കെ, അനീഷ് അവിടെ നിന്ന് പറയുന്നുണ്ട്. പക്ഷെ സാവുമാൻ ഒപ്പം നിന്നു എന്നേ ഉള്ളൂ. അതിന് ഒരാൾ കല്ല് കൊണ്ടുപോയിക്കുക എന്നുള്ളത്. ആ ചങ്ങായി ഒന്നും ചെയ്തിട്ടില്ല. അനീഷ് അവിടെ നിന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളും കേട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആദില, നോറ, നമ്മളുടെ അനുമോൾ കൃത്യമായി കണ്ടന്റ് പിടുത്തമാണ്. ബാക്കി 3 പേരെ ഈ പേരും പറഞ്ഞ് എങ്ങനെ അടിക്കാം? കാരണം ഡ്രാമ എന്ന് പറഞ്ഞൊരു സാധനം ഇട്ടിട്ട് നെവിനും പോയി, അക്ബറും പോയി, അതിനുശേഷം ആര്യനും പറയുന്നുണ്ട്. അതിൽ കയറി എങ്ങനെ ക്യാഷ് ഇൻ ചെയ്യാം, അതിലൂടെ അവരെ എങ്ങനെ പൊളിക്കാം? നിലത്ത് വീണ് കിടക്കുന്ന ഷാനവാസിനെ അവർക്ക് വേണ്ട, അത് സൈഡിലൂടെ അവർ നൈസായിട്ട് കൊണ്ടുപോവുകയാണ്. ഷാനവാസിൻ്റെ പേരും പറഞ്ഞ് ബാക്കിയുള്ളവർക്കുള്ള അടിയാണ് അവിടെ കൊടുത്തുകൊണ്ടിരുന്നത് മൊത്തം. സിറ്റുവേഷൻ കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായ ഞാൻ രാവിലെ അക്ബറിനെ ക്രിട്ടിസൈസ് ചെയ്തത്, അത് ഞാൻ വീണ്ടും പറയുന്നു. അക്ബറിന് ഷാനവാസിൻ്റെ എല്ലാ അവസ്ഥയും അറിയുന്ന ഒരാളാണ്. ബാക്കിയുള്ളവരേക്കാൾ കൂടുതൽ ആ അവസ്ഥ അക്ബറിനോട് പറഞ്ഞിട്ടുമുണ്ട്. എന്നിട്ട് പോലും അക്ബർ അതൊരു ഡ്രാമയായിട്ട് മേ ബി ഇങ്ങനെ ആയിരിക്കാം. വന്ന ആദ്യത്തെ ദിവസങ്ങളിൽ ആ പുറത്ത് കിടന്നുറങ്ങുന്ന ടാസ്കൊക്കെ ഉള്ള സമയത്തൊക്കെ ഇതേ ഹെൽത്ത് ഇഷ്യൂ പറഞ്ഞൊരു ഡ്രാമ കളിച്ച ഒരാളാണ് എന്നുള്ള ന്യായങ്ങളൊക്കെ നിരത്താം. പക്ഷെ ഇതൊരു ന്യായം മാത്രമായിട്ടേ ഇരിക്കുള്ളൂ. കാരണം അതിന് ശേഷം വളരെ ക്ലിയർ ആയിട്ട് 1-on-1 ഇരുന്ന് പറഞ്ഞു കൊടുത്താണ് ഷാനവാസ് അക്ബറിന് കാര്യങ്ങൾ. ഓക്കെ, എന്നിട്ടും അതിലൊരു ഡ്രാമ എലമെൻറ്റ് അക്ബറിന് തോന്നിയിടത്താണ് സത്യത്തിൽ ഞാൻ ഞെട്ടിയത്. ഫൈൻ, ബാക്കി അവിടെ ഉള്ളവർക്ക് ഒരു ഡ്രാമയായിട്ടൊക്കെ തോന്നാം, അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകർ പലരും ഇപ്പോൾ അത് ഇതിനെ അനലൈസ് ചെയ്യുന്ന ഒരു ഡ്രാമയായിട്ട് പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു മനുഷ്യൻ നെഞ്ചുവേദന വന്ന് നെഞ്ച് പിടിച്ച് കിടക്കുമ്പോൾ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. അതവിടെ കടന്ന് താളം കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടന്റ് ആക്കാൻ നോക്കി ഒന്നിനെയും വെറുതെ വിടാൻ പാടില്ല. അതിൽ അനീഷ് മാത്രമാണ് ഇത്തിരിയെങ്കിലും ഒരു മനുഷ്യൻ്റെ സിറ്റുവേഷനാണ്, ഒരു നിമിഷം നിങ്ങൾ കളയരുത് എന്ന് പറഞ്ഞത്. ബാക്കി എല്ലാം ഒരു കണക്കാണ്. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് എടുത്തു കൊണ്ടുപോകാൻ വന്നവർ തമ്മിലും അടിയായി. നെവിനും അനുമോളും തമ്മിൽ അടിയായി. അനുമോളുടെ PR അത് ഫിസിക്കൽ അറ്റാക്കാക്കി മാറ്റുന്നു. ഏത് രീതിയിലുള്ള ഇവന്മാർ ഇതൊക്കെ ഫ്രെയിം ചെയ്യണമെന്നുള്ളതാണ് ഞാൻ സത്യം പറഞ്ഞാൽ ആലോചിച്ച് നോക്കുന്നത്. എന്താണെങ്കിലും അതിനുശേഷം നെവിന് വാർണിംഗ് കിട്ടി. ഈ ആഴ്ചയിലെ അവസാനത്തെ വാർണിംഗ് ആണ് നെവിന്. എല്ലാ ആഴ്ചയും നെവിന് അവസാനത്തെ വാർണിംഗ് കിട്ടുന്നത് കൊണ്ട്
ഇതിന് പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ആഴ്ചയിൽ അവസാനത്തെ വാണിംഗ്, ലാലേട്ടൻ വന്നിട്ട് ഈ ആഴ്ചയിൽ അവസാനത്തെ ഒരു വാണിംഗ് കൊടുക്കും. അടുത്ത ആഴ്ച പുതിയ വാണിങ്ങിൻ്റെ സീരീസ് തുടങ്ങും നെവിന് വേണ്ടിയിട്ട്. പിന്നെ കൺഫെഷൻ റൂമിൽ നിന്ന് ഷാനവാസ് തിരിച്ചു വന്നതിന് ശേഷം ഇതിൻ്റെ ഒരു കാര്യത്തിൽ ഇനി മുന്നോട്ടുള്ള സംസാരങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം അവിടെ വീണ്ടും ഇവർക്ക് എന്താ പറയുക, ഇവർക്ക് ഈ ക്യാപ്റ്റൻസി പൊളിക്കണം. പട്ട ഗേൾസിന് ക്യാപ്റ്റൻസി പൊളിക്കണം. അപ്പോൾ അതിനെന്ത് വേണം? ഇവരുണ്ടാക്കിയ ഫുഡ് അവർ തിന്നില്ല എന്നുള്ളൊരു ബോയ്ക്കോട്ട് പരിപാടി കൊണ്ടിറങ്ങി. സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാം. ഇവർ ഫുഡ് ഉണ്ടാക്കിയത് കഴിക്കില്ല. ഈ ബോയ്ക്കോട്ട് പരിപാടിയായിട്ട് ഇവരണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇവർക്കിപ്പോൾ ഇതൊരു റീസൺ കിട്ടി, ഷാനവാസിന് ഒരു റീസൺ കിട്ടിയതുകൊണ്ട് ഇവരതാണ് യൂസ് ചെയ്തു. അല്ലെങ്കിലും ഇവർ ഈ പരിപാടിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ മോട്ടീവ് ഉണ്ടായിരുന്നത്. അതിനു വേണ്ടി തന്നെയാണ് ഇവർ ഇത് കളിച്ചുകൊണ്ടിരുന്നതും എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അവർ ഫുഡ് ഉണ്ടാക്കാന്നൊക്കെയുള്ള പരിപാടിയൊക്കെ ആയിട്ട് അവരിറങ്ങി. അതിനിടയിൽ ടാസ്കും കാര്യങ്ങളൊക്കെ വന്നു. ടാസ്കും കാര്യങ്ങളും വരുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ ആര്യൻ പോകാനുള്ള എല്ലാ പരിപാടികളും റെഡിയാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട്. ആര്യൻ്റെ വിചാരം ഇപ്പോൾ പറഞ്ഞേക്കും എന്നുള്ളതായിരുന്നു ആര്യൻ്റെ വിചാരം. എന്താണെങ്കിലും നമുക്ക് കണ്ടറിയാം ഇപ്പം എന്ത് സംഭവിക്കും. ആര്യൻ്റെ കാര്യത്തിൽ ഷാനവാസ് തിരിച്ചു വന്നത് സംഭവിക്കും. അതൊക്കെ വേറെ അവിടെ നിൽക്കട്ടെ. ഇതിനകത്ത് വേറൊരു കാര്യമുള്ളത്, ക്ലോസ് വിഷ്വൽസ് കാണിക്കുന്നു വിചാരിച്ചു. ഈ എറിയുന്നതോ ദേഹത്തെ തട്ടുന്നതോ അത് ലൈവിലും കണ്ടില്ല. ലൈവിൽ കണ്ട സെയിം വിഷ്വൽ തന്നെയാണ് നമ്മൾ മെയിനായിട്ട് എപ്പിസോഡിലും കണ്ടത്. ഇനി ലാലേട്ടൻ വരുമ്പോൾ അതിൻ്റെ ക്ലിയർ ക്ലോസപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ അത് എപ്പിസോഡിൽ കാണിക്കാതിരുന്നതാണോ എന്നും എനിക്ക് സംശയമുണ്ട്. ഓക്കെ, നമുക്കൊരു ആ ഒരു കറക്റ്റ് പേഴ്സ്പെക്റ്റീവ് കിട്ടും. കാരണം കുറേ ക്യാമറാസ് ഉള്ള സ്ഥലമാണ്. എന്താണ് നെവിൻ ഷാനവാസിൻ്റെ ഇടയിൽ ആ കറക്റ്റ് ക്ലോസപ്പിൽ ഉണ്ടായെന്നുള്ളതൊക്കെ നമുക്കപ്പോൾ കണ്ടാൽ മനസ്സിലാവണം. പക്ഷേ ഇതൊന്നും അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് ഇതിൽ കിട്ടിയില്ല. ഓക്കെ, എപ്പിസോഡിൽ കിട്ടിയില്ല. ഇനി പറയാനുള്ളൊരു കാര്യം, ഇതിനകത്ത് ടാസ്ക് വന്നു. അപ്പോൾ ഇവർ ടാസ്ക് വരില്ല എന്ന് വിചാരിച്ചിരിക്കുക. പട്ടാഗേൾസൊക്കെ ഒന്ന് ടാസ്ക് വരില്ല എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുക. ഷാനവാസ് വരാതെ ടാസ്ക് നടത്തില്ല ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ടാസ്ക് വന്നത്. ടാസ്ക് മുന്നോട്ട് പോയി. ടാസ്കിൽ നെവിൻ ജയിച്ചു. ഓക്കെ, നെവിൻ ജയിക്കുന്നു. ടാസ്കിൽ സെക്കൻഡായിട്ട് നൂറ വരുന്നു. അടിപൊളിയായിട്ട് കളിച്ചു നൂറ ആസ് ലൈക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉള്ള പോലെ തന്നെ സൂപ്പറായിട്ട് കളിച്ചു. അതിൻ്റെ മുന്നേ അനീഷ്. അപ്പോൾ ഇതാണ് ഒരു ടോപ്പ് 3 ആ ടാസ്ക് ഉണ്ടായിരുന്നത്. ആ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ഒരു മുള്ള് ടാസ്ക് വരികയാണ്. ഓക്കെ, ഇവർ ഈ മീൻമുള്ള് വെക്കുന്നൊരു ടാസ്ക് അടുത്തത് വന്നു. ഈ മീൻമുള്ള് വെക്കുന്ന ടാസ്കിനകത്ത് ഞാൻ നോക്കുമ്പോൾ അനുമോളാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് മീൻമുള്ള് വെക്കുന്ന ടാസ്കിൽ. നിങ്ങൾ പ്രേക്ഷകർ ഇന്ന് എപ്പിസോഡ് കണ്ടവരും ബാക്കി ലൈവ് കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ പറ, ഇതിൽ അനുമോളുടെ മുള്ളിന് എങ്ങനെയാണ് ഫസ്റ്റ് കൊടുത്തത് ബിഗ് ബോസ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതിൻ്റെ അലൈൻമെൻറ്റ് ഫുള്ള് തെറ്റാണ്. ലാസ്റ്റിലേക്ക് നൂറ വെച്ച അലൈൻമെൻറ്റ് തെറ്റാണെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് 2-3 വട്ടം മാറ്റിച്ചു. അനുമോളുടെ അലൈൻമെൻറ്റ് എന്താ? അതിലും ബെറ്റർ ആയിരുന്നു അക്ബറും അനീഷും. രണ്ടുപേരുടെ അലൈൻമെൻറ്റും കറക്റ്റാണ്. ഓൾമോസ്റ്റ് ഈ പറഞ്ഞ അനുമോളുടെ ഒരു ടൈമിങ്ങിന് അവർ തീർത്തു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷെ അനുമോളുടെ മീനിൻ്റെ അത് ഒരുമാതിരി ഉണക്കമീനിൻ്റെ മുള്ളുപോലെയായിപ്പോയി. ആ രീതിക്കാണ് അതിൻ്റെ അലൈൻമെൻറ്റ് ഉണ്ടായിരുന്നത്. അത് ഒട്ടും പ്രോപ്പറായിട്ട് എനിക്ക് പേഴ്സണലി അത് അനുമോളത് ഫീൽ ചെയ്തില്ല. ഓക്കെ, അക്ബറിൻ്റെത് അതിലേറെ ഫാർ ബെറ്റർ ആയിരുന്നു അനുമോളെ വെച്ച് നോക്കുമ്പോൾ. അത് ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് ഇനി ആരും, ഇതിപ്പോൾ ആര്യൻ്റെ വന്നാലോ അക്ബറിൻ്റെ വന്നാലോ നെവിൻ്റെ വന്നാലോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രം ഈ പറഞ്ഞ് ബിഗ് ബോസ് എന്തോ ചെയ്തു കൊടുക്കുന്നു, ബിഗ് ബോസിൻ്റെ കുഞ്ഞമ്മയുടെ മോനാണെന്നൊക്കെ പറഞ്ഞു വരുന്ന PR ഈ പറഞ്ഞ അനുമോൾക്ക് ഫേവറിറ്റിസം ഇല്ല എന്നുള്ളത് ആണ്ട് പറഞ്ഞുറപ്പിക്കൂ. ഞാൻ പറയുന്ന ഫേവറിറ്റിസം ആണ് കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? എനിക്ക് തോന്നി. കാരണം ആ മീമുള്ളു നോക്കിയ സമയത്ത് അക്ബറിനെ കമ്പയർ ചെയ്തും അനീഷിനെ കമ്പയർ ചെയ്താലും ബാക്കി ആരതിൽ വെച്ചത് കമ്പയർ ചെയ്താലും അനുമോളുടെ മീമുള്ളു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി എന്താ പറയുക, ഉണക്കമീൻ ചീഞ്ഞ് മാറി ഇങ്ങനെ വിട്ട് അത് പൂച്ച കടിച്ച് കൊതറിയ പോലത്തെ ഒരു മീമുള്ളായിരുന്നു. അത്രയും മോശമായിരുന്നു അതിൻ്റെ അലൈൻമെൻറ്റ്. ബിഗ് ബോസ് എന്തിനാണ് അതിന് ഫസ്റ്റ് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇപ്പം ആർക്കും കരയണ്ടേ? ഞാൻ പറയുകയാണ് അനുമോൾ ബിഗ് ബോസിന് കുഞ്ഞമ്മയുടെ മോളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, അങ്ങനെയുള്ള PR സാധാരണ പറയുന്നത്. ആര്യൻ ജയിച്ചാൽ ആര്യൻ ഡയറക്ടറുടെ കണ്ണിലുണ്ണി, ബിഗ് ബോസിൻ്റെ ടീമിൻ്റെ മറ്റത് അയ്യോ അത് ഇവനാണ് അക്ബറാണ്, മറ്റേത് ആര്യം എൻ്റെ മോൾ ഷൈൻ്റെ കണ്ണിലുണ്ണിയാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് കരയുന്ന ആളുകളാണല്ലോ നിങ്ങൾ. എന്തുകൊണ്ട് അനുമോളുടെ ആ മുള്ള് വൃത്തിയില്ല, ഒട്ടും വൃത്തിയില്ല. ആ ടാസ്കിൽ ഏറ്റവും പൊട്ട മുള്ളിൻ്റെ അലൈൻമെൻറ്റ് അനുമോളതാ. ഇപ്പം ഇതിനൊരു PR കരച്ചിലോ ഒന്നും ഞാൻ കാണുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഒരു പ്രത്യേകതരം പ്രതിഭാസം അവിടെ നിന്ന് എന്തായാലും നടന്നിട്ടുണ്ട് ഗ്രൂപ്പുകളിലൊക്കെ. എവിടെയും ഞാൻ ഇതിനെക്കുറിച്ച് ആരും പറഞ്ഞതും സ്പ്രെഡ് ചെയ്തതുമായിട്ട് കാണാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് ചോദിച്ചു എന്നുള്ളൂ. ഓക്കെ.
ഇനി അത് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം, ഈ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ബാക്ക് ടു അവിടെ വന്ന് സോഫയിൽ ഇരുന്ന സമയത്താണ് അടുത്ത മെയിൻ കണ്ടൻറ്റ് വരുന്നത്. ഇന്ന് ഫുൾ കണ്ടൻറ്റിൻ്റെ ചാകര കേട്ടോ. ഇന്നത്തെ ഈ കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ എല്ലാവരും സോഫയിൽ ഇരിക്കുകയാണ്. അപ്പോൾ അനുമോൾ ജയിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റൊക്കെ കഴിയുന്നതിന് മുമ്പ് അവിടെ വന്നിരിക്കുന്ന സമയത്ത് ആര്യനെ അവർ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആര്യൻ കുറച്ച് സ്ലോ ആയിട്ടാണ് ഈ ടാസ്ക് ചെയ്തത്. ആര്യൻ്റെ ടാസ്ക് തീരാനും കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. ആര്യനാണെങ്കിലും നൂറയാണെങ്കിലും അവർ ബാക്കി ടാസ്കുകളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തവരെ, പക്ഷേ ഈ ടാസ്കിന് അവർക്ക് കുറച്ചൊരു ലാഗ് വന്നിട്ടുണ്ട്. എന്താണെങ്കിലും പട്ടാ ഗേൾസ്, എസ്പെഷ്യലി ആദില, സെറിലാക്ക്, പാലും കുപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യനെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. ഈ സെറിലാക്ക്, പാലും കുപ്പി എന്ന് ആര്യനെ പ്രൊവോക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ആര്യം പറയാണ്, ഞാനൊരാണാണ്, എന്നെ നിങ്ങൾ പാൽക്കുപ്പി, സെറിലാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ നിങ്ങൾ എന്തിനാ എങ്ങനെ പറയുന്നത്? ഒരു ആണിനെങ്ങനെ പറയാൻ പാടുമെന്ന്. ഒരു ആൺ കാർഡ് ഇവരോട് പറയാൻ, ഒരു വുമൺ കാർഡാണ്. ഒരു ആൺ കാർഡ് എടുത്തിറക്കി എങ്ങനെ ഇരിക്കും ഒരു ആൺ കാർഡ് എടുത്തിറക്കിയ? ഈ ആദിലയ്ക്കും നൂറയ്ക്കും അനുമോക്കും ആണുങ്ങൾക്കെതിരെ എന്ത് തെമ്മാടിത്തരവും വിളിച്ചു പറയാം. ഏത് രീതിയിലും അവരെ ഷെയിം ചെയ്യുക. ഏത് എക്സ്ട്രീം വരെയും സൊസൈറ്റിയുടെ മുന്നിൽ ഒരാണിനെ ഈ രീതിയിൽ അവർക്ക് വളച്ചൊടിച്ച് കാണിക്കുക എന്നുള്ളതിൽ ഡോക്ടറേറ്റും ഡിഗ്രി എടുത്തിറങ്ങിയവരാണ് അവരൊക്കെ. അല്ല, എന്താ ഇവരുടെ മെൻറ്റാലിറ്റി എന്താ? ഈ മൂന്നെണ്ണോ പല കോണുകളിൽ ഇരുന്ന് ലൈവിലായിട്ട് ഇരുന്നിട്ട്, പല സ്ഥലങ്ങളിൽ ഇരുന്നിട്ട് ഡബിൾ മീനിങ് അടക്കം സംസാരിച്ചത് നമ്മൾ ലൈവിൽ കണ്ടിട്ടുള്ളതാണ്. ഇവരുടെ നോട്ടം, ഇവരുടെ വർത്തമാനം, ഇവരുടെ വളിക്കഥ, ഇവരുടെ എല്ലാ പരിപാടികളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവരാണ് ആര്യൻ്റെ ഡബിൾ മീനിങ്ങിനെ കുറിച്ച് പറയുന്നത്. ആര്യൻ പാൽ കുപ്പി, സെറിലാക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്ന പാല് തരുമെന്ന് വെച്ചു. എന്നിട്ട് ആര്യൻ എടുത്ത് പറയുന്നുണ്ട്, പോയി മറ്റേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. പശുവിൻ്റെ ആണോ വേണ്ടതെന്ന് ചോദിച്ച് ഇട്ട് കൊടുത്തത് ആദിലി നോറയാണ്. ഓക്കെ, പശുവിൻ്റെ വേണ്ട, എനിക്ക് ഫ്രിഡ്ജിൽ നിന്ന് മതി. അല്ലടാ, നിനക്ക് ആരുടെയാ വേണ്ടത്? വീണ്ടും ആദിലയുടെ കൗണ്ടർ. സംഗതി ശരിയാണ്. പാല് തരുമെന്ന് നെവിൻ ഇവൻ നമ്മളുടെ ആര്യൻ ചോദിച്ചപ്പോൾ നെവിൻ ചിരിച്ചു. നെവിന് ഇതൊരു ഡബിൾ മീനിങ് ആയിട്ട് തോന്നി, നെവിൻ ചിരിച്ചു. ആര്യൻ അത് കൃത്യമായിട്ട് പിച്ച് ചെയ്തു. ആര്യനറിയാം ഇത് ഇവർ ഏത് സെൻസിൽ എടുക്കുന്നുള്ളത്. എനിക്ക് ഏകദേശം ആര്യൻ്റെ ബോഡി ലാംഗ്വേജും വർത്താനം മനസ്സിലായി. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മറ്റേ രീതിയിൽ വളയ്ക്കുന്നുള്ളതുകൊണ്ട് ആര്യൻ നേരെ ഫ്രിഡ്ജ് പറഞ്ഞു. ഇവർ വളച്ചു. അത് വളയ്ക്കാണ്ടായ റീസൺ പിന്നെയാണ്, അതിന് മുന്നോട്ടുള്ള പോക്കിലാണ് മനസ്സിലായത് ഇത് വളയ്ക്കാനുള്ള റീസൺ എന്തായിരുന്നു എന്നുള്ളത്. ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയത്. അപ്പത്തേക്ക് എന്താ പറയുക, നിന്റെ സ്ത്രീകളില്ലേ നിന്റെ വീട്ടിൽ നിന്നെ ഇതാണോ പഠിപ്പിച്ച്, സ്ത്രീകളെ ബഹുമാനിക്കാൻ നിന്റെ വീട്ടിൽ പഠിപ്പിച്ചില്ലേ എന്നൊക്കെ ആദിലയുടെ വക കൗണ്ടർ അടുത്ത വുമൺ കാർഡ് എടുത്തിറക്കി. അടേ, ഇവർക്ക് എന്തെന്നാ ഇവരുടെയൊക്കെ ഒരു നിലവാരം എന്നാ ഞാൻ ആലോചിച്ച് നോക്കുന്നത്. എന്താണെങ്കിലും അതവിടെ തീർന്നു. അതിന് നേരെ പോണത് എങ്ങോട്ടറിയാം? പിന്നെ ഈ ഒരു ക്ലിപ്പിലാണ്. ഈ ക്ലിപ്പ് ഞാൻ ഒന്നും കൂടി ഞാനിവിടെ പ്ലേ ചെയ്യട്ടാ. നീ ഓപ്പൺ ആയിട്ട് വേണം. ഇവളുടെ വയറ് കണ്ട് നീ പറഞ്ഞില്ലേ നേവല് കാണുന്ന മാറ്റിക്കോ. ഇവള് പറഞ്ഞില്ലേ, നീ പറഞ്ഞില്ലല്ലോ നേവല് കാണുമ്പോ ഞാൻ കുഴപ്പമില്ല, ടാസ്കില് നമ്മളിനി പോയിട്ട് നോക്കണ്ട എന്നുള്ളതിൽ ഞാൻ വിട്ട്. എന്നിട്ട് ആര്യൻ ഇവള് പറഞ്ഞില്ല കൈ പിടിക്കുന്ന ടാസ്കില് ലാസ്റ്റ് ഇവളുടെ വയറ്റിലോട്ട് നോക്കിയിട്ടായിരുന്നു. എന്നിട്ട് ഇവള് നോക്കണ്ട സൈഡ്. അപ്പൊ എനിക്ക് അൺകംഫർട്ടബിൾ ആയി. അപ്പൊ ഞാൻ എന്താക്കി പെട്ടെന്ന് താത്തി. കളിക്കല്ലേ, പറ. അല്ല, മോള് എൻജോയ് ചെയ്തോ? ചിരിയുടെ കാര്യം അങ്ങനെ സംസാരിക്കും. അല്ല, പറ വൃത്തിയോട് സംസാരിക്കും. ഇത് ചിരി വെച്ചിട്ട് ചിരിച്ചിട്ടാണ് ഞാൻ ചിരിക്കുന്നത്. ഞാൻ ചിരിക്കുന്നത് നിനക്ക് കേട്ടിട്ട് ചിരി തോന്നുന്നുണ്ട്. നിനക്ക് വന്നാലും നീ ചിരിച്ചിട്ട് ഇങ്ങനെ കേട്ടോണ്ട് അവന് ചാൻസ് കൊടുത്തിട്ടില്ലേ? ഞാൻ കൊടുക്കൂലേ? അപ്പൊ കരണം അടിച്ചു പൊട്ടിക്കൂലേ? കാരണം കൊടുക്കും, തൊട്ടാ കൊടുക്കും. ചിലപ്പോൾ മോശമായിട്ടുള്ള തൊട്ടിട്ടില്ല. നീ കംപ്ലൈന്റ് റേസ് ചെയ്യൂല? ഞാൻ ഇപ്പൊ ഓരോരുത്തരും ഓരോ രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത്. ചിരിക്കണ്ട, പറ. അപ്പൊ എന്നിട്ട് ഇങ്ങനെ ചെയ്ത്, അപ്പൊ ഞാനിങ്ങനെ നോക്കി ഇങ്ങനെ ചെയ്ത്, എന്തായാലും ചെയ്യുന്നത് അങ്ങനെ വെച്ചു. അപ്പൊ പറഞ്ഞേ സോറി. ഓക്കെ, അപ്പോൾ ആ കൈ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് മറ്റേ മൈദമാവ് മുകളിൽ വെച്ചിട്ട് ആ ടാസ്ക് വന്നില്ലേ ഇന്നലെ. ടാസ്കിൻ്റെ ഇടയിൽ ഈ നൂറയുടെ നേവൽ നോക്കിയിട്ട് ആര്യനൊരു വൃത്തികെട്ട ഒരു ആംഗ്യം കാണിച്ച് ഒരു ശബ്ദം ഉണ്ടാക്കി എന്നുള്ളതാണ് നൂറ പറയുന്നത്. ഇത് നൂറ ആദിലേനോട് പറഞ്ഞ, ആദിലത് മൈൻഡിൽ വെച്ചിട്ടാണ് ഈ പാലിൻ്റെ കേസ് വന്നപ്പോൾ നെവിനിട്ടടിച്ചത്. ഓക്കെ, നെവിനല്ല, ആര്യനിട്ടടിച്ചത്. ആര്യൻ
ഇത് നോക്കി ഇത് ചെയ്തു എന്നുള്ളത് എല്ലാ കാര്യത്തിലും സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന നൂറയ്ക്ക് ഇത് റിയാക്ട് ചെയ്യാൻ അറിയാം. നൂറ കൃത്യമായിട്ട് ആദിലേനോട് പറയുന്നുണ്ട്. ഇത് സത്യത്തിൽ എന്താണ്, ഒരു ഭാര്യ ഭർത്താവിൻ്റെ ഇടയിലേക്ക് അവരങ്ങനെയാണല്ലോ, ഒരു ഭാര്യ ഭർത്താവ് എന്നുള്ള ഒരു പാർട്ട്നേഴ്സ്, ലിവിങ് ആയിട്ടുള്ള ഒരു പാർട്ട്നേഴ്സിൻ്റെ ഇടയിലേക്ക് വേറൊരാൾ ഇൻട്രൂഡ് ചെയ്തു എന്നുള്ള രീതിയിലേക്ക് അത് മാറ്റി. ആര്യനെ ഇവർ തന്നെയാണ് ഇന്ന് അനുമോള് ചോദിച്ചൊരു ചോദ്യം ഉണ്ട് അവരോട്, ഈ നൂറയുടെ ഇളയ ബ്രദറിനെ പോലെയല്ലേ ആര്യൻ, അവൻ്റെ കാട്ടിക്കൂട്ടലും അവൻ്റെ പ്രവർത്തികളൊക്കെ അങ്ങനെയല്ലേ തോന്നുന്നത് അല്ലെങ്കിൽ തോന്നിയിട്ടുള്ളത് ഇവർ തന്നെ ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആര്യൻ്റെ ADHD, ആര്യൻ്റെ പ്രവർത്തികളും പരിപാടികളും ഒക്കെ. അപ്പം സ്വന്തം പാർട്ട്ണറിനെ ഇങ്ങനെ ഒരാൾ നോക്കി എന്ന് പറയുമ്പോഴത്തേക്ക് ആദിലേക്ക് പൊട്ടി. ആദിൽ ഏതൊക്കെ രീതിയിലാണ് ഈ സംഗതി കൊണ്ടുപോയത്, അതിൻ്റെ ഡേഞ്ചർ സൈഡ് നൂറയ്ക്ക് മനസ്സിലായി. നൂറയ്ക്ക് അത് മനസ്സിലായി. നൂറ കൃത്യമായിട്ട് അവിടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇത് മോശമാണ്, ഇത് നീ എന്നെ കൂടി ഇട്ട് കൊടുക്കലാണ്, എനിക്ക് റിയാക്ട് ചെയ്യണമെങ്കിൽ എനിക്ക് റിയാക്ട് ചെയ്യാൻ അറിയാം. ഇല്ല, അവിടെ എന്താ പറയുക, അവിടെ ആദിലയുടെ ഓവർ പൊസസീവ്നെസ്, ഓവർ കെയർ, ആ മോളിൻ്റെ ഓവർ കെയറാണ് പൊട്ടി ഒലിച്ച്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതിലൂടെ ആർക്കും ബാഡ് ഇമ്പാക്റ്റ് ഉണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ നെവിൻ എന്ന് പറഞ്ഞ ആളെ ഇപ്പം അതാ ഇങ്ങനെ ആരോടാ പറയുന്നത്, അനുമോളോട്. അനുമോൾ ഓൾറെഡി ബെഡ്ഷീറ്റിൻ്റെ കേസും കൊണ്ടുവന്നതാണ്. ആ അനുമോളുടെ അടുത്താണ് പോയിട്ട് ആദിലി നോർ ഈ സാധനം ഇട്ടിട്ടുള്ളത്, ഈ നെവിൽ നോക്കി എന്ന് പറഞ്ഞിട്ട്. ഇനി നാളെ അനുമോക്കൊരു ചാൻസ് കിട്ടുമ്പോൾ അനുമോൾ ഇത് വെച്ചിട്ട് ആരടിക്കും, ആരിനടിക്കും. അതിന് ഈസിയാണ്, പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ കയറി അടിച്ചാൽ മതി. അപ്പുറത്ത് നിൽക്കുന്ന ആണിന് ലൈഫ് ഉണ്ടോ, ആ ലൈഫിന് എന്ത് പറ്റുന്നുള്ളതൊന്നും വിറ്റങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ. പ്രത്യേകിച്ച് അടിച്ചിട്ടിട്ട് പോയാൽ മതിയല്ലോ. എന്ത് വൃത്തിയിട്ട പരിപാടിയാണ് ഇതൊക്കെ. എന്താണ് ഈ നൂറ കൃത്യമായിട്ട് അവിടെ ഇടപെട്ട് ആദിലയോട് കാര്യങ്ങൾ പറഞ്ഞ് സെറ്റാക്കിയത്. അത് വളരെ നല്ലൊരു കാര്യം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇല്ല, ആദിലി നൂറയും കൂടി രണ്ടുപേരും കൂടി ഇത് എടുത്ത് ഏറ്റുപിടിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂറ ഒന്നിപ്പോൾ പൊങ്ങി വന്ന് കുറച്ചൊന്ന് സെറ്റായിട്ടിരിക്കുകയാണ്. ടാസ്കൊക്കെ നന്നായിട്ട് കളിച്ച് TTF അടിക്കുന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ് നൂറ. പ്ലസ് നൂറയുടെ ആറ്റിറ്റ്യൂഡും സാധനങ്ങളൊക്കെ ഒന്ന് അതിലേക്കാൾ കൂടുതൽ ആളുകൾക്ക് കൺവിൻസിങ് ആയിട്ട് വരുന്നൊരു സമയമാണ്. പറ്റ താഴ്ന്നു കിടക്കുന്നത് നൂറ ഇപ്പോൾ ഒന്ന് പൊന്തി വന്നാണ്. ഈ സാഹചര്യത്തിൽ നൂറ കൂടി ഈ സംഗതി ആര്യൻ്റെ തലയ്ക്ക് അടിക്കുന്ന രീതിയിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ നൂറയുടെ ചീട്ട് കയറിയിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിൽ അങ്ങനെ പോയില്ല, അത് നൂറ ഹാൻഡിൽ ചെയ്തത് നന്നായി. പക്ഷേ ഈ സീസണിൽ മൊത്തം നമ്മൾ കണ്ടത് ഇതാണ്, ആണുങ്ങളെ ഈ ജെൻഡർ കാർഡ് വെച്ച് പെണ്ണുങ്ങൾ അടിക്കുക, വിക്ടിം കാർഡ് വെച്ച് അടിക്കുക, എന്നിട്ട് ഈ ആണുങ്ങളെ അങ്ങോട്ട് ഏറ്റവും മോശക്കാരായിട്ട് പോർട്രേറ്റ് ചെയ്ത് കാണിക്കുക പുറത്തെ സൊസൈറ്റിയിൽ. ഇത് വളരെ മോശം പരിപാടി. ഇത് വരുന്ന സീസണുകളിൽ ഇപ്പം ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സ്ട്രീം പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഗെയിമുകൾ നമ്മൾ കാണാം. ഒന്നും ആയിരിക്കില്ല, നെവിനൊരു തുടക്കം മാത്രമായിരിക്കും. പിന്നെ നെവിൻ്റെ പ്രൊവോക്കേഷനെ കുറിച്ച് നമ്മളിപ്പോൾ പറയുന്നുണ്ട്, ഡിസ്കഷൻ ചെയ്യുന്നുണ്ട് എല്ലാവരും. ആദില നോറ പ്രൊവോക്ക് ചെയ്ത് ഇറങ്ങിപ്പോയ ഒരാളാണ് നെവിൻ. അത് എക്സ്ട്രീം പ്രൊവോക്കേഷൻ ആയിരുന്നു. പോ പറഞ്ഞാൽ നിൽക്കരുത്, അത് പ്രൊവോക്കേഷനാണ്. അപ്പം എക്സ്ട്രീം പ്രൊവോക്കേഷൻ നമ്മൾ ഈ സീസണിൽ കണ്ടു. ഫിസിക്കലി ഉള്ളതിനേക്കാൾ കൂടുതൽ ഇവർ ടാസ്ക് കളിച്ചിട്ടില്ല. ഈ സീസണിലുള്ള കണ്ടസ്റ്റൻസിന് ടാസ്കേ കിട്ടിയിട്ടില്ല. ഇവർ ഫുൾ എന്താ പറയുക, ഈ വെർബൽ സ്പാറ്റ്, എക്സ്ട്രീം ആയിട്ടുള്ള ഇങ്ങനത്തെ പ്രൊവോക്കേഷൻ. ഈ സീസൺ മൊത്തം പോണത് ഇങ്ങനെയാണ്. ടാസ്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിക് കോണ്ടന്റ് ഒന്നും അല്ല ഇതിനകത്ത് പോയിട്ടുള്ളത്. ഇതിനകത്ത് ഇങ്ങനത്തെ കണ്ടന്റുകളാണ് പോയിട്ടുള്ളത്. ഈ ലാസ്റ്റ് നടന്ന ആദിലൊക്കെ കൊണ്ടുവന്ന് വെച്ച ഇങ്ങനത്തെ ചീഞ്ഞ നേവൽ കണ്ടന്റ് പോലത്തെ സാധനങ്ങളെ കൊണ്ടിട്ടാണ് ഈ സീസൺ മോസ്റ്റ്ലി ഓടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു എക്സ്ട്രീം വേർഷൻ ആയിരിക്കും ഇനി വരുന്ന ബിഗ് ബോസ് മലയാളങ്ങളിൽ കാണാൻ പോകുന്നത്. മലയാളം സീസണുകളിൽ ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു തരാം, ഒരു നെവിനല്ല നിങ്ങൾക്കൊരു 20 നെവിനെ കാണാൻ പറ്റും ഇനി അടുത്ത സീസണിലൊക്കെ. ഇതായിരിക്കും സ്ട്രാറ്റജി. ഒരാളങ്ങട്ട് വ്യക്തിഹത്യ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ തന്നെ. ഇപ്പോൾ പുറത്ത് വീഡിയോ ചെയ്യുമ്പോഴോ കമൻ്റ് ഇടുമ്പോഴോ അതിനകത്തൊരു കണ്ടസ്റ്റൻറ്റ് കളിച്ചില്ലെങ്കിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യക്തിഹത്യ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇനി നടക്കാൻ പോകുന്നത് ബിഗ് ബോസ് ഹൗസിനകത്ത് തന്നെ ഒരാളെ കണ്ട് മാനസികമായിട്ട് ഇല്ലാതാക്കുന്ന രീതിയിലുള്ള അടികൾ, സംസാരങ്ങൾ. ഇപ്പോൾ കുറേ സാധനങ്ങളൊക്കെ നോർമലായില്ലേ, ബിഗ് ബോസിനെ നോർമലൈസ് ചെയ്തു. പണ്ടത്തെ സീസണുകളിൽ തെറി വിളിക്കാൻ പാടില്ല, വീട്ടുകാരെ പറയാൻ പാടില്ല, അതൊക്കെ ഭയങ്കര വലിയ പ്രശ്നമാണ്. ഒരാളെ എവിക്റ്റ് ചെയ്യാൻ മാത്രമുള്ള പ്രശ്നമാണ്. ഉന്താൻ പാടില്ല, അതൊക്കെ മാറി വന്നു. ബിഗ് ബോസ് സീസൺ 7 ആകുമ്പോഴത്തേക്ക് ഉന്തുന്നുണ്ട്, തള്ളുന്നുണ്ട്, വീട്ടുകാരെ പറയുന്നുണ്ട്, അമ്മേനെ പറയുന്നുണ്ട്, അച്ഛനെ പറയുന്നുണ്ട്, അമ്മൂമ്മേനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, വെള്ളം കോരി ഒഴിക്കുന്നു, എന്തൊക്കെ ഉണ്ടാവുന്നു. ഇപ്പോൾ ബിഗ് ബോസ് ഇടപെടുന്നുണ്ടോ? പണ്ടത്തെ പോലെ ഇല്ല. ബിഗ് ബോസ് ഇപ്പോൾ അടി പൊട്ടും എന്നുള്ളപ്പോൾ അടി ഇങ്ങോട്ട് പൊട്ടാൻ നേരത്താണ് ഇടപെടുന്നത്. പൊട്ടിയാൽ അത്രയും നല്ല ആ രീതിക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മനസ്സിലായി? അപ്പോൾ ഇതുണ്ടാവും. ബിഗ് ബോസ് ഇവോൾവ് ചെയ്യാണ്. മലയാളത്തിൽ ഇപ്പോൾ ഈ കണ്ട പാറ്റേൺ എന്നൊക്കെ മാറിയിട്ട് ബിഗ് ബോസ് ഇനി വരും സീസണുകളിൽ ഈ രീതിയിൽ പ്രൊവോക്കേഷനുള്ളൊരു ഗെയിമായിട്ട്. കാരണം പ്രേക്ഷകർക്ക് അതാണ് വേണ്ടത്.
പ്രേക്ഷകർ ഇരുന്നിട്ട് അയ്യോ എന്താ സംഭവിക്കുന്നത്, ബിഗ് ബോസ് സൊസൈറ്റിക്ക് അത് കൊടുക്കണല്ലേ, മോസ്റ്റ് മെജോറിറ്റിക്കും വേണ്ടത് ഈ തമ്മിലടിയാണ്. ഞാൻ നന്മയായിട്ട് പോയിട്ടിരുന്ന ഒരാളാണ്. നന്മയിലൂടെ ലൈഫ് ഒന്ന് സെറ്റ്, ഒന്ന് സുഖം സമാധാനം വേണമെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ബാഡ് സൈഡ് മൊത്തം അവിടെ കളഞ്ഞു വെച്ച് ഞാനൊന്ന് ക്ലെൻസ് ചെയ്ത് വരാമെന്ന് വിചാരിച്ച് പോയിരുന്നപ്പോഴത്തേക്ക് ഇന്നെല്ലാവരും കൂടി വാഴയാക്കി, മണ്ടനാക്കി, പൊട്ടനാക്കി. ഇപ്രാവശ്യം എന്താ സാബുമാന് കിട്ടുന്നുണ്ട്, മനസ്സിലായോ? അപ്പം അങ്ങനത്തെ സാധനങ്ങൾ വരും ഈ ബിഗ് ബോസ്. ഇപ്പം ഞാൻ പുറത്തുനിന്ന് കാണുന്ന ഒരാളാണ്, ഞാൻ ഈ കണ്ടസ്റ്റൻ്റ് ആയിട്ട് പോയി വന്നിട്ട് പിന്നെ കളി കാണുന്നതാണ്. പക്ഷെ ബിഗ് ബോസ് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം എന്താ, നമ്മൾ ഈ ബിഗ് ബോസിൻ്റെ ലൂപ്പ് പെട്ടെന്ന് ഞാൻ തുറന്നു പറയുന്നത്, ഞാനടക്കം കണ്ടസ്റ്റൻ്റായി വന്ന് അങ്ങനെ കളിച്ച് ഒരു നന്മയോളി കളിച്ച് വന്ന ഒരാളാണ് ഞാൻ. എന്നിട്ട് പോലും എനിക്കും ഇപ്പോൾ കാണുമ്പോൾ ആവശ്യം എന്താ പറയുക, കുറച്ചൊരു കണ്ടന്റ് വേണ്ട, ഇല്ലാന്നുണ്ടെങ്കിൽ അടിപിടി വേണ്ട. ഈ മൈൻഡിലേക്ക് നമ്മളെ സൈക്കോളജിക്കലി ഈ ഗെയിം മാറ്റുകയാണ് നമ്മളെ. അപ്പോൾ പ്രേക്ഷകർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഡെലിവർ ചെയ്യാൻ ബിഗ് ബോസിൽ അവർ അങ്ങനത്തെ കണ്ടസ്റ്റൻസിനെ ചൂസ് ചെയ്യും. അങ്ങനത്തെ കണ്ടന്റുകൾ വരുമ്പോൾ അവർ റെസ്ട്രിക്ഷൻസ് എടുത്ത് മാറ്റും. ഓൺ കമ്മിങ് സീസൺ ദിസ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഇൻറ്റൻസ് ആവും. തമ്മിലട്ടി കച്ചറിയും ഭയങ്കരമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ രീതിയിൽ ഈ സാധനം പോകും. ബിക്കോസ് എന്താ, വ്യൂവർഷിപ്പ് ഡിമാൻഡ്സ്. ഇത്രേ ഉള്ളൂ, വ്യൂവർഷിപ്പിന് ആവശ്യം അതാണ്. ലാലേട്ടൻ ഇനി എത്ര വീക്കെൻഡ് വന്നാലും നല്ല രീതിയിൽ കളിക്കും, നന്മയാവും. നിങ്ങൾ ഒരു കാര്യമില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. പ്രേക്ഷകർക്ക് ഇതാണ് വേണ്ടത്. പ്രേക്ഷകർ ലാലേട്ടൻ വന്നിട്ട് തണുത്തുറഞ്ഞിരുന്ന നമ്മളെന്താ പറയുക, വീക്കെൻഡ് എപ്പിസോഡ് ഒരു ഷോക്ക് എന്താ പറയുക, പക്ഷെ ഒരു 2 കൊലക്കം ഡയലോഗ് അടിച്ച് കഴിഞ്ഞാൽ തീപ്പൊരി, ലാലേട്ടൻ തീ. ഇതാണ് മലയാളികൾ, ഇതാണ് നമ്മളുടെ മെൻറ്റാലിറ്റി. ഞാൻ അടക്കമുള്ള, ഞാൻ എന്നെ അടക്കം കുറ്റം പറയും, ഞാൻ അടക്കമുള്ളവരുണ്ട്. പക്ഷെ കമൻറ്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നേരെ ഉൾട്ടാ കാണാൻ ചില എണ്ണം പറഞ്ഞ ആളുകൾ, അവരുടെ മനസ്സിലൊക്കെ തന്നെ അത് തന്നെയായിരിക്കും. മോസ്റ്റ് മെജോറിറ്റിയുടെ ആവശ്യം ഇത് തന്നെയാണ്. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കും ഇനി ഗെയിം ഷോ വരും വർഷങ്ങളിൽ മുന്നോട്ട് പോകും. ഓക്കെ, സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന കണ്ടസ്റ്റൻസ് മുന്നോട്ട് പോകും. അതായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. പിന്നെ ഇന്നത്തെ എപ്പിസോഡ് കഴിയാൻ നേരത്തുണ്ടായത് എഗെയിൻ അനുമോള്, ഞാൻ എവിടെയാണോ ഈ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ചെയ്യുമ്പോഴും ഞാനത് പറയുന്നു. ഇന്നും അനുമോളുടെ ജോലി എടുത്തിട്ടില്ല. അനുമോളിന് കാരണം കാണാൻ ലാലേട്ടൻ വന്നാലും ഞാൻ ഉത്തരം പറയുന്ന അനുമോള്. ഇന്ന് ഷാനവാസ് ഈ അവസ്ഥയ്ക്ക് ഏറ്റവും വലിയ കാരണങ്ങളിൽ ഫസ്റ്റ് കാരണം ഷാനവാസ് തന്നെയാണ്. ഇങ്ങനത്തെ ഒരു അസുഖം വെച്ചിട്ട് ഓക്കെ ബിഗ് ബോസിൽ വരുമ്പോൾ അവരോട് ഒരു ഷോർട്ടി കൊടുത്തിട്ടാവും ഷാനവാസ് കയറി ഉണ്ടാവും, എനിക്ക് വിഷയങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ബട്ട് സ്റ്റിൽ സ്വന്തമായിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യുക. നമ്മൾ ഇങ്ങനത്തെ ഒരു അസുഖമുള്ള ആളാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പരിപാടികൾക്ക് പോകാതിരിക്കുക. പിന്നെയും ഞാൻ പറഞ്ഞല്ലോ, മൈൻഡ് ആൻഡ് ബോഡി നമ്മളെ കൺട്രോളിൽ അല്ലാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ ചിലപ്പോൾ സംഭവിക്കും. ബട്ട് സ്റ്റിൽ നമ്മളെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ മാത്രം ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഇത്രയും വലിയൊരു മേജർ ഇഷ്യൂ ഉള്ളപ്പോൾ നമ്മളത് ചെയ്തിരിക്കണം. ഇയാൾ ഷോയിൽ വരാൻ പാടില്ല, ബിഗ് ബോസ് എടുക്കാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയില്ല. ഇതിന് മുന്നേയും ഷോയിൽ ഇഷ്ടംപോലെ ഇഷ്യൂസ് ഉള്ള ആൾക്കാരെ എടുത്തിട്ട് ഞാനടക്കം ഹൈപ്പോഗ്ലൈസീമിയുള്ള ഒരാളായിരുന്നു. ഞാൻ എൻ്റെ റിസ്ക്കിലാണ് പോയത്. ഓക്കെ, ബിഗ് ബോസിൻ്റെ ടീമാണെങ്കിൽ നമ്മൾ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യും, ഒരു കുഴപ്പമില്ല. ഞാൻ ബാക്കിന് ഇഞ്ചുറി ആയിട്ട് എന്നെ നന്നായി ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട് അവർ. അതൊന്നും ഇല്ലയെന്ന് പറയും. നിർത്താൻ പറ്റില്ലെങ്കിൽ അവർ നിർത്താൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞിട്ട് പുറത്താക്കും. തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന തിരിച്ചു കൊണ്ടുവരും. ഓക്കെ, അപ്പം ഇതിനകത്ത് ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഷാനവാസാണ് ഇതിൻ്റെ മെയിൻ സംഗതി. ഷാനവാസ് ടേക്ക് കെയർ ചെയ്യണം, ഒന്ന്. രണ്ടാമത് അനുമോളുടെ കളി പട്ടാ ഗേൾസിൻ്റെ കളി, അതിൽ പെട്ടുപോയ ഷാനവാസ്. മൂന്നാമത് ഒരു കണ്ണിച്ചോരയില്ലാതെ ഒരാൾ വീണ് കിടക്കുമ്പോൾ ആ വീടിനകത്ത് ബാക്കിയുള്ളവർ കാണിച്ച്, എസ്പെഷ്യലി അക്ബർ, നെവിൻ, ആര്യൻ, ഇവർ കാണിച്ച വൃത്തികേട്. ഇതാണ് സംഗതി. ഇപ്പം അതിലേക്ക് തന്നെയാണ് വന്നെത്തിയത്. അനുമോൾ എഗെയിൻ പണിയെടുക്കില്ല. നമ്മളെല്ലാവരും ഉണ്ടാക്കിയ ഫുഡിൻ്റെ സാധനം ഞാൻ കഴുകി വയ്ക്കും, അവരത് ഞാൻ എന്തിനു കഴുകി വയ്ക്കണം? അനുമോളുടെ നിങ്ങൾ ആലോചിച്ചു, ഈ ഒരു ചീഞ്ഞ ഗെയിം സ്ട്രാറ്റജി വെച്ചിട്ട് ഈ അനുമോൾ എത്ര കുടുംബ പ്രേക്ഷകരെ സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പിടുത്തം എനിക്ക് കിട്ടുന്നില്ല. കപ്പ് കൊടുത്തോ, ഞാൻ പറയുമ്പോൾ കൊടുക്കാണ്ട് കപ്പ്. ഈ സീസണും കൂടി അങ്ങോട്ട് പോട്ടൊരു ചീഞ്ഞ വിന്നർക്ക് കൊടുക്കണം നിങ്ങൾ. ഞാൻ പറയുമ്പോൾ എൻ്റെ പ്രേക്ഷകർ ഓരോരുത്തരും അനുമോക്ക് വോട്ട് ചെയ്യും. ഇന്ന് വിനുവിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു, ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുക. ഞാൻ ഇപ്പോൾ കൊച്ചിയിലുള്ള, ഞാൻ ഇന്ന് വിനുവിനെ കണ്ടപ്പോൾ ഞാൻ അതാ പറഞ്ഞത്. ഞാൻ പറയാം വീഡിയോയിൽ കൊടുക്കുക, മറ്റേ ഇത് വോട്ട് കൊടുത്ത് കപ്പ് ഒരു ചീഞ്ഞ ഗെയിമർക്ക്. എന്നിട്ട് ഈ സീസണും കൂടി അങ്ങോട്ട് സീസൺ 6 പറയുമ്പോഴത്തേക്ക് ആ പൊളിഞ്ഞ പാളിയ വിന്നറോ നോക്കി. അതേപോലെ സീസൺ 7 സംഗതി വിനുവിന് കപ്പ് കിട്ടും. PR OMR ഒക്കെ ആയതുകൊണ്ട് കഴിഞ്ഞ സീസണും ഈ സീസണും അടുത്ത സീസണിൽ ഇനി വിനുവിന് കൂടുതൽ പൈസയും വാങ്ങാം. പക്ഷെ എന്താ എൻഡ് ഓഫ് ദ ഡേ എന്താ, ചീഞ്ഞ 2 എണ്ണത്തിന് കപ്പ് മേടിച്ചു കൊടുത്തു എന്ന് മാത്രം ഉണ്ടാവും. അല്ല അതിലും കൂടുതലൊന്നും വരാൻ പോകുന്നില്ല. നമുക്ക് സുഖം, യൂട്യൂബേഴ്സിന് വളരെ സുഖമാണ്. കാരണം ഇത് അനുമോളൊക്കെ കപ്പടിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു മാസം ഓടിക്കാനുള്ള കണ്ടന്റ് കിട്ടും, ഉറപ്പാണ് കാര്യം. ഇപ്പോഴും ഉണ്ടല്ലോ സീസൺ 6 വിന്നറിൻ്റെ കണ്ടന്റ് ഇപ്പോഴും കുറേ കാലം, ഒരു 1.5 കൊല്ലം നമ്മൾ ഓടിച്ച്, ഇപ്പോഴാണ് സൈഡാക്കി.
അതേപോലെ ഈ കണ്ടന്റ് ഓടിക്കാം നമുക്ക്. അങ്ങനത്തെ പരിപാടികൾ കാണിച്ചു കൂട്ടിക്കോളും. പിന്നെ കാലാകാലം ലൈഫ് ലോങ് ORMനും PR-നും ഒപ്പം കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ഇവർക്കാർക്കും. ഒരു 6 മാസം ഒപ്പം കൊണ്ടുപോകാം അവിടുന്ന് ഇറങ്ങിയിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അവരെന്നെ ജീവിക്കണമല്ലോ. അപ്പം ഉണ്ട് റിയൽ ലൈഫ് കണ്ട് തുടങ്ങും, അപ്പം എക്സ്പോസ്ഡ് ആവും, അപ്പം കണ്ടന്റുകൾ ഇങ്ങോട്ട് കിട്ടാൻ തുടങ്ങും. എന്തായാലും ചെയ്യ് വിന്നറാക്ക്. ഞാൻ പറഞ്ഞല്ലോ, അനുമോളെ വിന്നറാക്കാനുള്ള എപ്പിസോഡുകൾ തന്നെയാണ് ഈ പരിപാടികൾ. നെവിൻ അതിൽ വലിയൊരു കൈയുണ്ട്. നെവിൻ ഈ കാണിക്കുന്നതൊക്കെ തിരിയും. കാരണം നെവിന് ഇപ്പോൾ ഈ ഹെവി PR ഇല്ല. PR ഉണ്ട് നെവിന്, ഇല്ലയെന്ന് പറയുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി കുറേ PR കയറിയിട്ടുണ്ട്. പക്ഷേ അനുമോളുടെ സാധനം തിരിക്കുന്ന അത്ര നെവിന് തിരിക്കാൻ പറ്റില്ല. അപ്പം നെവിൻ അനുമോക്കിട്ടടിക്കുമ്പോൾ അനുമോളുടെ ആ ഒരു വിക്ടിം കാർഡ് സാധനം ഇങ്ങനെ അന്നാ സോഫേൻ്റെ അടിയിൽ കിടന്നൊക്കെ തീയാണ്. ആ ഒരൊറ്റ ഫ്രെയിമിൽ നിന്ന് കയറിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞത്. ഒരു 10,000-5,000 കിട്ടുന്നത് ആടേത് എന്തെങ്കിലുമൊക്കെ ചെയ്യ്. എന്നാണെങ്കിൽ നാളത്തെ ഞാൻ പ്രൊമോ കണ്ടിട്ടില്ല. ഇന്ന് പ്രൊമോ ഒന്നും എനിക്കറിയില്ല. ഇപ്പോൾ ഇന്ന് പോയി കാണണം. നാളെ എന്താണോ നടക്കാൻ പോകുന്നത്. അതായത് നാളെ ഇൻ ദ സെൻസ് കഴിഞ്ഞ എപ്പിസോഡ് അവിടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇന്ന് നടന്നാണല്ലോ നമ്മൾ നാളെ കാണുക. ഷാനവാസ് തിരിച്ച് കയറിയെന്നൊക്കെ നമുക്ക് നാളെ അറിയാം. നാളെ ശരിക്കും അവിടെ ലാലേട്ടൻ ഷൂട്ടാണ്. ഓക്കെ, സോ ടാറ്റ ബൈ.